ഇന്നെൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ നിന്ന് നേരത്തെ എഴുന്നേറ്റൊരു ദിവസമായിരുന്നു. പക്ഷേ ക്ലാസ്സിൽ പോകാൻ വൈകിട്ടോ. ഓരോന്നോരോന്ന് തീർത്ത് വരുമ്പോഴേക്കും ലേറ്റായി. അപ്പോൾ ഇന്ന് ലൂയിക്കുട്ടനെ നേരത്തെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ചു ഒക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷേ എന്നാലും ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ക്ലാസ് തുടങ്ങുന്നത് 10 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ പോകണമെന്ന് വിചാരിച്ചതാണ്. ഞാൻ അവിടെ നിന്ന് നടന്ന് ചെന്നപ്പോഴേക്കും 9:40 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളൊരു 5-6 മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് എത്തണം. വീട്ടിലേക്ക് പോകുമ്പോൾ ഏകദേശം വീട്ടിൽ നിന്ന് ഒരു 6 മിനിറ്റ് 7 മിനിറ്റോളം നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ സ്പീഡിൽ നിന്ന് നടക്കണം, എന്നാലേ ബസ് കിട്ടുള്ളൂ. വീട്ടിൽ നിന്ന് നമ്മുടെ സ്റ്റോപ്പിൽ നിന്ന് നേരെ കൊടുങ്ങല്ലൂർക്ക് 13 രൂപ കൊടുത്താലേ കൊടുങ്ങല്ലൂർ എത്തുള്ളൂ കേട്ടോ. നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു കാണുന്ന ബിൽഡിങ് നമ്മുടെ അവിടുത്തെ KVHS സ്കൂളിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. അതിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഭാഗമാണിത്. ഇത് വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വലിയൊരു പരിപാടി, ഇങ്ങനെ ഫുട്ബോൾ മാച്ച്, ക്രിക്കറ്റ് മാച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് കേട്ടോ നടക്കാറ്. അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ടാണ്. ഇപ്പോൾ ഇവിടെ ക്ലാസ് ഒന്നുമില്ല, പുതിയ ബിൽഡിങ്ങൊക്കെ വന്ന കാരണം എല്ലാവരും അങ്ങോട്ട് മാറ്റിയിട്ടാണ്. ഞാൻ ഏകദേശം ഒരു 6-7 മിനിറ്റ് കൊണ്ട് അവിടേക്ക് ഓടിയെത്തിയിട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്ന ഭാഗത്ത് മുൻപൊരു പെട്ടിക്കട ഉണ്ടായിരുന്നു കേട്ടോ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ അച്ചാച്ചൻ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അച്ചാച്ചൻ ഞങ്ങൾക്ക് മിഠായിയൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. തേനിലാവൊക്കെയാണ് അന്ന് വാങ്ങിച്ചു തന്നിരുന്നത്. ഞാനവിടെ ചെന്ന് ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ബസ് വന്നു കേട്ടോ. പിന്നെ സ്കൂൾ തുടങ്ങുന്ന ഒരു സമയമുണ്ട്. പിള്ളേരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ബസ്സിൽ കയറിയപ്പോൾ തന്നെ സീറ്റൊക്കെ കിട്ടി കേട്ടോ. ഞാനൊരു 5-10 മിനിറ്റ് കൊണ്ടൊക്കെ ഞാൻ അവിടെ എത്തിയിട്ടോ. അത്യാവശ്യം സ്പീഡിനായിരുന്നു ബസ് പോയത്. ഞാനൊരു 10 മണി കറക്റ്റ് ആയില്ല, എന്നാലും അതിന് മുമ്പായിട്ട് ഞാൻ കോളേജിലെത്തിയിട്ടോ. ഈ ഒരു പടി കയറിയിട്ട് വേണം ഞങ്ങൾക്ക് ക്ലാസ്സിലേക്ക് എത്താൻ. ഇനി വേറൊരു റിസ്ക് ഉള്ളത്, എനിക്ക് അവിടെ ചെന്ന് കുറച്ച് നോട്ടുകളുണ്ട്, അത് എടുത്തിട്ട് തിരിച്ചിറങ്ങി പ്രിൻ്റ് എടുത്തിട്ട് പിന്നെയും കയറണം. അപ്പോൾ ഞാൻ ഒരുവിധമാണ് അങ്ങോട്ട് കയറിയത് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ പടികൾ കയറുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കുമല്ലോ. പ്രത്യേകിച്ച് ഇന്ന് താലപ്പൊലിയൊക്കെ ആയിരുന്നു, അത്യാവശ്യം തിരക്ക് വരുന്നുണ്ട് കേട്ടോ. ഉച്ചയാകുമ്പോഴേക്കും നല്ല തിരക്കാവും, പൂരത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാൻ പ്രിൻ്റൊക്കെ എടുക്കാനുള്ളത് എടുത്ത് തിരിച്ച് പ്രിൻ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ കടകളിലൊക്കെ ഫുള്ള് പലഹാരങ്ങൾ, ഇങ്ങനെ പൊരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടോ. അപ്പോൾ താലപ്പൊലി ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാണ് പ്രിൻ്റ് എടുക്കാറ്. വലിയ പൈസ ഒന്നുമില്ല, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് എപ്പോഴും പ്രിൻ്റ് എടുക്കാറ്. അപ്പോൾ പ്രിൻ്റ് എടുക്കാനുള്ളത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നു. വേഗം കിട്ടിയിട്ടോ. മിസ്സ് പറഞ്ഞു ഓടുണ്ടോ പതുക്കെ വന്നാൽ മതിയെന്ന്. ഇനി ഞാൻ നേരെ ക്ലാസ്സിൽ